Hello, welcome back to my channel, Law Simplified by me. This is the another section of John Rawls' theory of justice. Lexical priority of principles. Rawls arranged his principles in a straight lexical order. Lexical order means a fancy alphabetical order. Rawls arranged his principles in a strict lexical order. First one is liberty and the second one is fair equality of opportunity and the third one is difference principle. ഈ ഒരു ഓർഡറിലാണ് റോൾസ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബേസിക് ലിബർട്ടീസ് കനോട്ട് ബി കോംപ്രമൈസ്ഡ് ഫോർ എക്കണോമിക് ബെനിഫിറ്റ്സ്. ബേസിക് ലിബർട്ടീസ് ഒന്നും എക്കണോമിക് ബെനിഫിറ്റ്സിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് റോൾസ് പറയുന്നത്. സിമിലർലി ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് മസ്റ്റ് ബി സെക്യൂർഡ് ബിഫോർ ഇൻഇക്വാലിറ്റീസ് ആർ ജസ്റ്റിഫൈഡ് അണ്ടർ ദ ഡിഫറൻസ് പ്രിൻസിപ്പിൾ. For Rawls, liberty possesses special moral importance because individuals requires freedom to pursue their conception of the good life. Next is Maximin rule. Rawls argued that individuals behind the veil of ignorance would adopt a Maximin strategy. Under uncertainty, rational persons seek to maximize the minimum position available to them. മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും പറയുന്നത്. റോൾസ് പറയുന്നത് എന്താണ്? ഒരു റാഷണൽ ഇൻഡിവിജ്വൽ ഒരു പ്രിൻസിപ്പിൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ സ്റ്റാറ്റസ് അറിയാത്തിടത്തോളം കാലം അദ്ദേഹം ഒരു മിനിമം പൊസിഷനിൽ നിന്നിട്ടായിരിക്കും ആ പ്രിൻസിപ്പിൾ ചൂസ് ചെയ്യുന്നുണ്ടാവുക. ആൾക്ക് ഫ്യൂച്ചർ സ്റ്റാറ്റസ് അറിയാമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ബെനിഫിറ്റ് ആവുന്ന രീതിയിലായിരിക്കും ആ പ്രിൻസിപ്പിൾസ് ചൂസ് ചെയ്യുക. So, under uncertainty, rational persons seek to maximize the minimum position available to them. Since nobody knows whether they will become wealthy or poor, unknown future social status, individuals choose principles that protect the worst of members of society. അതേപോലെ മാക്സിമിൻ റൂൾ ഡിഫറൻസ് പ്രിൻസിപ്പിളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താ? ലീസ്റ്റ് അഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്സിനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. എൻഷുർസ് ദാറ്റ് ഈവൻ ദ ലീസ്റ്റ് അഡ്വാൻറ്റേജ്ഡ് എൻജോയ് ആക്സെപ്റ്റബിൾ ലിവിങ് കണ്ടീഷൻസ്. നെക്സ്റ്റ് വെൽ ഓർഡേർഡ് സൊസൈറ്റീനെ കുറിച്ചാണ് പറയുന്നത്. റോൾസ് എൻവിഷൻഡ് എ വെൽ ഓർഡേർഡ് സൊസൈറ്റി ഗവേൺഡ് ബൈ പബ്ലിക്ലി ആക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ്. പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ് പബ്ലിക്ലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു സൊസൈറ്റീനെയാണ് വെൽ ഓർഡേർഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഒരു വെൽ ഓർഡേർഡ് സൊസൈറ്റി ആവാൻ 3 ക്യാരക്ടറിസ്റ്റിക് വേണം. ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു വെൽ ഓർഡേർഡ് സൊസൈറ്റി എന്ന് പറയുള്ളൂ. ഒന്നാമത്തത് എവരിവൺ ആക്സെപ്റ്റ് ദ സെയിം പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ്. എല്ലാ ജനങ്ങളും ഒരു സെയിം പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ് ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്, ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജനറലി സാറ്റിസ്ഫൈ ദോസ് പ്രിൻസിപ്പിൾസ്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ പ്രിൻസിപ്പിൾസിനെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവണം. Citizens possess a sense of justice and willingly comply with fair institutions. In such a society, cooperation is stable because citizens trust that institutions operate fairly. Rawls believed that justice creates social harmony. Rawls വിശ്വസിച്ചിരുന്നത് ജസ്റ്റിസ് ഒരു സോഷ്യൽ ഹാർമണി ക്രിയേറ്റ് ചെയ്യും. നോട്ട് ത്രൂ coercion but through rational agreement and mutual respect. This social harmony is created through rational agreements and mutual respect, not through coercion. According to John Rawls, justice must reflected in social institutions. Looking to the significance of Rawls' theory of justice, protection of minority rights, priority of basic liberties, emphasis on fair equality, welfare of the least advantaged, moral basis for democracy, influence on welfare policies. ഇത്രയുമാണ് റോൾസ് തിയറിയുടെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റി റൈറ്റ്സ് എന്ന് പറയുമ്പോൾ മെജോറിറ്റിക്ക് വേണ്ടിയിട്ട് മൈനോറിറ്റി റൈറ്റ്സിനെ സാക്രിഫൈസ് ചെയ്യാതിരിക്കുക. അതേപോലെ പ്രയോറിറ്റി ഓഫ് ബേസിക് ബേസിക് ലിബർട്ടീസിനൊക്കെ ഒരു പ്രയോറിറ്റി കൊടുക്കുക. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫ്രീഡം ഓഫ് സ്പീച്ച്, അങ്ങനത്തെ ബേസിക് ലിബർട്ടീസിനൊക്കെ പ്രയോറിറ്റി കൊടുക്കുക. എംഫസിസ് ഓൺ ഫെയർ ഈക്വാലിറ്റി. ഫോർമൽ ഇക്വാലിറ്റിക്ക് പകരം ഫെയർ ഇക്വാലിറ്റിക്കാണ് അവിടെ ഊന്നൽ നൽകുന്നത്. വെൽഫെയർ ഓഫ് ദ ലീസ്റ്റ് അഡ്വാൻറ്റേജ്ഡ്, മാർജിനലൈസ്ഡ് ആൻഡ് ബാക്ക്വേർഡ് പീപ്പിൾസിന് വെൽഫെയറിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടും സിഗ്നിഫിക്കൻസ് കൊടുക്കുക. മോറൽ ബേസിസ് ഫോർ ഡെമോക്രസി, ഇൻഫ്ലുവൻസ് ഓൺ വെൽഫെയർ പോളിസീസ്. ഹിസ് ഐഡിയാസ് സപ്പോർട്ട് അഫർമേറ്റീവ് ആക്ഷൻസ്. Looking to the relevance to the Indian legal system,
Many principles underlying the Constitution of the India reflect ideas similar to Rawlsian justice. റോൾസിൻ്റെ തിയറി ഓഫ് ജസ്റ്റിസിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കിടക്കുന്നത് എന്നാണ് പറയുന്നത്. പ്രിയാമ്പിളിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രെറ്റേണിറ്റി വാല്യൂസ് ക്ലോസ്ലി അലൈൻഡ് വിത്ത് റോൾസ് ഫിലോസഫി. അതേപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലെ ആർട്ടിക്കിൾ 14, 15, 16 ഇറ്റ് ഗ്യാരണ്ടീസ് ഈക്വാലിറ്റീസ് ബിഫോർ ലോ ആൻഡ് പ്രൊഹിബിറ്റ് ഡിസ്ക്രിമിനേഷൻ. Reservation and affirmative action policies reflect Rawls' concern for disadvantaged group. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 21 ദ റൈറ്റ് ടു ലൈഫ് ആൻഡ് ഡിഗ്നിറ്റി കറസ്പോണ്ട്സ് ടു റോൾസ് എംഫസിസ് ഓൺ ബേസിക് ലിബർട്ടീസ് ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി. അതേപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി സീക്ക് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് ത്രൂ വെൽഫെയർ മെഷേഴ്സ് എക്കോയിൻ റോൾസ് ഡിസ്ട്രിബ്യൂട്ടീവ് കൺസേൺ. അതേപോലെ തന്നെ ബാക്ക്വേർഡ് ക്ലാസ്, സ്കെഡ്യൂൾഡ് കാസ്റ്റ്, സ്കെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ബാക്ക്വേർഡ് ക്ലാസ്സിന് കൊടുക്കുന്ന റിസർവേഷൻ പോളിസീസൊക്കെ റോൾസിയൻ തിയറി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് എന്നാണ് പറയുന്നത്. മറ്റുള്ള തിയറീസിൻ്റെ പോലെ തന്നെ ജോൺ റോൾസിൻ്റെ തിയറി ഓഫ് ജസ്റ്റിസിനും ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. റോബർട്ട് നോസിക്കിൻ്റെ ലിബർട്ടേറിയൻ ക്രിറ്റിക്കാണ് ആദ്യമായിട്ട് പറയുന്നത്. ഫോർ റീഡിസ്ട്രിബ്യൂട്ടിംഗ് വെൽത്ത് ത്രൂ ദ ഡിഫറൻസ് പ്രിൻസിപ്പിൾ, individual possess absolute rights over property acquired through legitimate means. Forced redistribution violates personal liberty. ഈക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിവിജ്വൽ ആബ്സല്യൂട്ട് റൈറ്റ്സോട് കൂടെ ഒരു പ്രോപ്പർട്ടി ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറയുന്നത് മോശമാണെന്നാണ് റോബർട്ട് നോസിക്ക് പറയുന്നത്. അക്കോർഡിംഗ് ടു നോസിക്സ് എൻറ്റൈറ്റിൽമെൻറ്റ് തിയറി, ജസ്റ്റിസ് ഡിപ്പെൻഡ്സ് ഓൺ fair acquisition and voluntary transfer, not patterned redistribution. അടുത്തൊരു ക്രിട്ടിക്കാണ് കൺസർവേറ്റീവ് ആൻഡ് ഫ്രീ മാർക്കറ്റ് ക്രിട്ടിക്. റോൾസ് തിയറി ഡിസ്കറേജസ് മെറിറ്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ബൈ എക്സസീവ്ലി എംഫസൈസിങ് റീഡിസ്ട്രിബ്യൂഷൻ. റോൾസ് തിയറി റീഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള കാര്യം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഒരു ക്രിട്ടിക്കിൽ പറയുന്നത്. ദേ ക്ലെയിം ടാലൻറ്റഡ് ഇൻഡിവിജ്വൽസ് ഷുഡ് റീറ്റെയിൻ റിവാർഡ്സ് ഏൺഡ് ത്രൂ ഹാർഡ് വർക്ക് റാദർ ദാൻ സബ്സിഡൈസിങ് അതേഴ്സ്. ഒരു ഈക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടാലൻറ്റഡ് ഇൻഡിവിജ്വൽസ് ഗെയിൻ ചെയ്തിട്ടുള്ള റിവാർഡ്സൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നൊക്കെയാണ് റോൾസ് പറയുന്നു എന്ന് ഈ കൺസർവേറ്റീവ് ആൻഡ് ഫ്രീ മാർക്കറ്റ് ക്രിട്ടിക്കിൽ പറയുന്നത്. സം ഓൾസോ കണ്ടന്റ് ദാറ്റ് റോൾസ് പ്രൊവൈഡ്സ് നോ ക്ലിയർ ലിമിറ്റ് ടു ആക്സെപ്റ്റബിൾ ഇനക്വാലിറ്റി. അടുത്ത ക്രിട്ടിക്കാണ് കമ്മ്യൂണിറ്റേറിയൻ ക്രിട്ടിക്. അത് മൈക്കൽ സാൻഡലും മൈക്കൽ വാൾസറുമാണ് ഈ ക്രിട്ടിക് പ്രൊപ്പോണ്ട് ചെയ്തത്. റോൾസ് പോർട്രേറ്റ്സ് individuals as isolated and detached from social communities. റോൾസ് ഓരോ ഇൻഡിവിജ്വലിനെ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് ഇവർ ഒരു ക്രിറ്റിക്കായിട്ട് എടുത്തിട്ട് പറയാണ് ഇൻഡിവിജ്വൽസിനെ റോൾസ് ഐസൊലേറ്റ് ചെയ്ത് നിർത്തുകയാണ്. ഹ്യൂമൻ ബീങ്സ് ആർ ഷേപ്ഡ് ബൈ കൾച്ചർ, ട്രഡീഷൻ, റിലീജിയൻ ആൻഡ് റിലേഷൻഷിപ്പ്. ദെർഫോർ ആബ്സ്ട്രാക്റ്റ് ഇൻഡിവിജ്വൽസ് ബിഹൈൻഡ് എ വെയിൽ ഓഫ് ഇഗ്നോറൻസ് cannot realistically formulate moral principles. Communitarian believe justice must reflect shared social values rather than purely individual reasoning. അടുത്തത് ഫെമിനിസ്റ്റ് ക്രിട്ടിക്കാണ്. സൂസൻ മൊള്ളർ ഓക്കിനാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഫോർ നെഗ്ലക്റ്റിംഗ് ഇനക്വാലിറ്റീസ് വിത്തിൻ ഫാമിലീസ്. റോൾസ് ഫാമിലീസിൻ്റെ ഇടയിലുള്ള ഇനക്വാലിറ്റീസ് ഒന്നും പറയുന്നില്ല, ഫാമിലി സ്ട്രക്ചറിൻ്റെ ഇടയിലുള്ള ഇനക്വാലിറ്റീസ്. റോൾസ് പ്രൈമറിലി ഫോക്കസ്ഡ് ഓൺ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫാമിലി ഇൻസ്റ്റിറ്റ്യൂഷനേക്കാളും പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൂടുതലായിട്ടും ഊന്നൽ നൽകിയത്. ഫെമിനിസ്റ്റ് ആർഗ്യൂസ് ദാറ്റ് ജസ്റ്റിസ് മസ്റ്റ് അഡ്രസ് അൺപെയ്ഡ് ലേബർ, കെയർ ഗിവിംഗ് റെസ്പോൺസിബിലിറ്റി ആൻഡ് പാട്രിയാർക്കൽ പവർ റിലേഷൻസ് വിത്ത് ഫാമിലീസ്. ഫെമിനിസ്റ്റിൻ്റെ ഒരു അപ്രോച്ചസിൽ നിന്നാണ് ഇത് ഒരു ക്രിട്ടിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് കാപ്പബിലിറ്റി ക്രിട്ടിക് ബൈ അമർത്യ സെൻ. It focuses, Rawls theory focuses on distributing primary goods. Sen argued that equal resources do not necessarily produce equal freedom because individuals differ in their ability to use their resources. ഓരോ വ്യക്തികൾക്കും ഓരോ ക്യാപ്പബിലിറ്റീസ് ആണ് ഉള്ളത്. ഇപ്പോൾ ഒരു വെൽത്ത്, ഇത്തിരി പൈസ രണ്ട് പേർക്കും തുല്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല, അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ഡിസബിൾഡ് പേഴ്സൺ മേ റിക്വയർ മോർ റിസോഴ്സസ് ടു അച്ചീവ് ദ സെയിം ലെവൽ ഓഫ് ഫങ്ഷനിങ് ആസ് ആൻ ഏബിൾ ബോഡീഡ് പേഴ്സൺ. എനിക്കും മറ്റൊരു വ്യക്തിക്കും ഒരു 5 ലക്ഷം രൂപ വെച്ച് കിട്ടി. എൻ്റെ 5 ലക്ഷം ഞാൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു. മറ്റേ വ്യക്തി 5 ലക്ഷം കൊണ്ട് ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കി അതിൽ
കുറച്ചധികം ആൾക്കാർക്ക് ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രൊഡക്ടിവിറ്റിയും ഒരു ഗ്രോത്തും നടക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ നടക്കുമ്പോൾ തുല്യമായി കൊടുത്താൽ എപ്പോഴും ഗ്രോത്ത് ഉണ്ടാവില്ല എന്നാണ് അമർത്യ സെൻ പറയുന്നത്. Despite criticism, Rawls' theory remains profoundly relevant in contemporary society. Increasing economic inequality, social discrimination, political polarization, and debates concerning welfare policies continue to raise questions about fairness and justice. Rawls provides a framework for evaluating whether institutions genuinely protect vulnerable populations and ensure equal opportunities. His theory remains influential in discussions concerning human rights, welfare economics, health care, justice, educational equality, constitutional law, global distributive justice. കണ്ടംപററി സൊസൈറ്റിയിൽ റോൾസ് തിയറി ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻഷ്യൽ ആണ്. ഇനി ഓവറോൾ സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിന് ശേഷം യൂട്ടിലിറ്റേറിയനിസത്തിൻ്റെ ക്രിറ്റിക്സിലൂടെയാണ് ഈ തിയറി ഓഫ് ജസ്റ്റിസിലേക്ക് വന്നത്. എന്തുകൊണ്ടാണ് റോൾസ് തിയറി വന്നതും യൂട്ടിലിറ്റേറിയനിസത്തിനെ റോൾസ് റിജക്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. ജസ്റ്റിസ് എന്ന് പറയുന്നത് ഫെയർനെസ് ആണെന്നും അതിനുശേഷം ഒറിജിനൽ പൊസിഷനും വെയിൽ ഓഫ് ഇഗ്നറൻസും പറഞ്ഞു. പിന്നെ സർക്കംസ്റ്റാൻസസ് ഓഫ് ജസ്റ്റിസ് എന്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ദ ടു പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസിൽ ആദ്യത്തെ പ്രിൻസിപ്പിളും രണ്ടാമത്തെ പ്രിൻസിപ്പിളും പറഞ്ഞു. ആ രണ്ടാമത്തെ പ്രിൻസിപ്പിളിൽ വരുന്ന ഫെയർ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റിയും ഡിഫറൻസ് പ്രിൻസിപ്പിളും പറഞ്ഞു. അതിനുശേഷം ലെക്സിക്കൽ പ്രയോറിറ്റി ഓഫ് പ്രിൻസിപ്പിൾസ്, റോൾസ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതെന്നുള്ളത് പറഞ്ഞു. പിന്നെ പറഞ്ഞത് മാക്സിമിൻ റൂളും വെൽ ഓർഡേർഡ് സൊസൈറ്റി എന്താണെന്നും പിന്നെ റോൾസും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ജസ്റ്റിസ് മസ്റ്റ് റിഫ്ലക്റ്റ് ഇൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം റോൾസ് തിയറി ഓഫ് ജസ്റ്റിസിൻ്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞു. ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിൽ ഈ തിയറി ഓഫ് ജസ്റ്റിസിൻ്റെ റെലവൻസ് എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം ക്രിറ്റിക്സ് പറഞ്ഞു. ആ ക്രിറ്റിക്സിൽ ലിബർട്ടേറിയൻ ക്രിറ്റിക്ക്, കൺസർവേറ്റീവ് ആൻഡ് ഫ്രീ മാർക്കറ്റ് ക്രിറ്റിക്ക്, കമ്മ്യൂണിറ്റേറിയൻ ക്രിറ്റിക്ക്, ഫെമിനിസ്റ്റ് ക്രിറ്റിക്ക്, കാപ്പബിലിറ്റി ക്രിറ്റിക്കൊക്കെ പറഞ്ഞു. ദെൻ ക്രിറ്റിസിസത്തിന് ശേഷം വരുന്ന കുറച്ച് കാര്യങ്ങളും പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ കണ്ടംപററി സൊസൈറ്റീസിൽ ഈ റോൾസ് തിയറി ആപ്ലിക്കബിൾ ആവുന്നത്, അത് ആപ്ലിക്കബിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ദാറ്റ്സ് ഓൾ. ജോൺ റോൾസ് തിയറി ഓഫ് ജസ്റ്റിസ്.